നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് ഒരാഴ്ച കൂടി കനത്ത മഴ. കാലവർഷം ആൻഡമാനിലെത്തി. ബുധനാഴ്ച വരെ 4 ജില്ലകളിൽ റെഡ് അലർട്ട്. തിരുവനന്തപുരത്ത് ദുരിതമായി വെള്ളക്കെട്ട്. പത്തനംതിട്ടയിൽ സെമിത്തേരിയുടെ മതിലിടിഞ്ഞു. പെട്ടിയും മൃതദേഹവും പുറത്തുവന്നു. പോലീസ് നടപടികൾക്കിടെ സംസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാ ആക്രമണം. കായംകുളത്ത് യുവാവിനെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമം. ഭീഷണിപ്പെടുത്തി വാച്ചും ഫോണും തട്ടിയെടുത്തു. 3 പേർ അറസ്റ്റിൽ. അവയവ മാഫിയ സംഘാംഗം കൊച്ചിയിൽ പിടിയിൽ. അറസ്റ്റിലായത് തൃശൂർ സ്വദേശി സബിത് നാസർ. ഇരകളെ വിദേശത്തെത്തിച്ച് കിഡ്നി കച്ചവടം നടത്തിയെന്ന് പരാതി. ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ ഉന്തും തള്ളും. പ്രയാഗ്രാജിലെ വേദിയിലേക്ക് പ്രവർത്തകർ ഇരച്ചുകയറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 49 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. ബിജെപി ആസ്ഥാനത്തേക്ക് ആം ആദ്മിയുടെ പ്രതിഷേധം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയാ പിഴവ്. യുവാവിന്റെ കൈക്ക് കമ്പി മാറിയിട്ടു. ആരോപണം തള്ളി ഓർത്തോ വിഭാഗം മേധാവി. കുടുംബത്തിന് തെറ്റിദ്ധാരണയെന്ന് ഡോക്ടർ ജേക്കബ്. അതിന്റെ യാതൊരു അപാകതയും ഞാൻ കാണില്ല. മാധ്യമങ്ങളിൽ പറഞ്ഞ പോലെ കാലിലെ കമ്പി കയ്യിലിട്ടു, അങ്ങനെയൊന്നും അതിൻ്റെ അകത്ത് യാതൊരു സത്യമില്ല. ഓരോ ഭാഗത്തിനും ഒടുവിന് അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഇംപ്ലാന്റ്സ് ഉണ്ട്. അത് മാത്രമേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുട്ടിയുടെ ശസ്ത്രക്രിയയിൽ ഡോക്ടറെ ചോദ്യം ചെയ്യാൻ പോലീസ്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ നിർണായക തെളിവ്. രാഹുലിന്റെ കാറിൽ രക്തക്കറ. വാഹനം കസ്റ്റഡിയിലെടുത്ത പോലീസ്. പ്രതിയെ രാജ്യം വിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. മുഖ്യമന്ത്രിയാണ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പറഞ്ഞത്. എന്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ടേംസ് ഓഫ് റെഫറൻസിന്റെ ഭാഗമായിട്ട് അന്വേഷണം ജുഡീഷ്യലായിട്ട് തീരുമാനിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ മുദ്രാവാക്യം. സോളാർ സമരം ഒത്തുതീർപ്പായെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് CPM. വിവാദം മാധ്യമ സൃഷ്ടിയെന്ന് MP ഗോവിന്ദൻ. അതിന് പിന്നാലെ പോകാനില്ല. സമരം വിജയമായിരുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി. വാർത്തയിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് ഒരാഴ്ച കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മാലദ്വീപ്, കൊറോമിൻ മേഖല, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപുകൾ, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. തെക്കൻ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴിയും മധ്യ മഹാരാഷ്ട്രയിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഫലമായാണ് കേരളത്തിൽ അടുത്ത 7 ദിവസം മഴ ശക്തമാകുന്നത്. അതേസമയം 4 ജില്ലകളിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് പ്രവചനം. 3 ദിവസത്തേക്ക് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 4 ദിവസത്തേക്ക് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. കനത്ത മഴയിൽ തിരുവനന്തപുരം കുഴിവിളയിലും അരശുമൂടും മുക്കോലയ്ക്കലും ഉള്ളൂരിലും വീടുകളിലും കടകളിലും വെള്ളം കയറി. വഴുതക്കാട് കലാഭവൻ തിയേറ്റർ വെള്ളത്തിലായി. അട്ടക്കുളങ്ങരയിലും ചാലയിലും കിള്ളിപ്പാലത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. സ്മാർട്ട് റോഡ് നിർമ്മാണത്തിനെടുത്ത കുഴികളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച് ഇന്ന് പുലർച്ചെ വരെ നീണ്ട മഴയിൽ തലസ്ഥാന നഗരത്തിന്റെ പല ഭാഗങ്ങളും ഈ സ്ഥിതിയിലാണ് ഉള്ളത്. റോഡുകളിൽ അപ്രതീക്ഷിതമായി, അതായത് ആളുകൾ എയർപോർട്ടിലേക്ക് പോകുന്ന മണക്കാട് മുക്കോലയ്ക്കൽ റോഡാണിത്. ഈ റോഡിലൂടെ വരുന്ന വാഹനങ്ങളുടെ ഈ ദൃശ്യങ്ങൾ അത് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം വെള്ളത്തിനകത്തുകൂടി ഈ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് അകത്തേക്ക് പോകേണ്ട സ്ഥിതിയിലാണ് വാഹന ഉടമകളുള്ളത്. ഈ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ വെള്ളം കയറുന്ന തരത്തിൽ ഇപ്പോൾ ഈ റോഡിലിങ്ങനെ കുളമായി കിടക്കുന്ന സാഹചര്യം. അപ്പൊ കാലാകാലങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിനുപരി മണക്കാട് നിന്ന് വരുന്ന വെള്ളം ഇവിടെ വരുന്നു, ഇവിടെ കെട്ടിക്കിടക്കുന്നു. തിരുവനന്തപുരം സിറ്റിയിലുള്ള എല്ലാ വേസ്റ്റ് ചാക്കുകളും, ഹോട്ടൽ വേസ്റ്റുകൾ, കോഴി വേസ്റ്റുകൾ, ഇതെല്ലാം ഇവിടെ രാത്രി കാലങ്ങളിൽ വണ്ടിയിൽ കൊണ്ടുവന്ന് ഈ കനാലിലിടും. ഇതിനൊരു സംവിധാനം ചെയ്യണം. ഈ ചാക്കുകെട്ടുകൾ വന്ന് നാഷണൽ ഹൈവേയിലുള്ള ആ ഓടയിൽ വന്ന് അടഞ്ഞ്
വെള്ളം പോകാത്ത അവസ്ഥയാണ്. ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന സാഹചര്യമുണ്ട്. അത് അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഊർജിതമാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പും അതോടൊപ്പം നഗരസഭയുമൊക്കെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ ഇടപെടലുകൾ നടക്കാതിരുന്നതാണ് ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ഇങ്ങനെയൊരു വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് കാലവർഷം എത്താൻ ബാക്കി നിൽക്കുന്നത്. മെയ് 31 കേരള തീരത്തേക്ക് കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. സ്വാഭാവികമായി ഏതാണ്ട് 1.5 ആഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരു ദിവസം രാത്രി പെയ്ത മഴയിൽ നഗരത്തിന്റെ സ്ഥിതി, ഹൃദയഭാഗത്തിന്റെയൊക്കെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ തുടർച്ചയായി മഴ പെയ്യുന്ന ദിവസങ്ങളിൽ എന്താകും സ്ഥിതിയെന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായി സ്കൂളുകൾ കൂടി തുറക്കാൻ പോവുകയാണ്. ഈ മലിനജലമാണ് വീടുകളിലേക്ക് ഇങ്ങനെ ഒഴുകി കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ പ്രദേശവാസികൾ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. എന്താണ് ഇവിടെ എല്ലാ വർഷവും ചെറിയൊരു മഴ പെയ്താലും ഇവിടെ അത്രയും ഭാഗങ്ങളെല്ലാം വെള്ളക്കെട്ടാണ്. ഈ വെള്ളം അത്രയും ഈ വാടയിലാണ് പോകേണ്ടത്. ഇവിടുന്ന് പോയിട്ടാണ് മറ്റുള്ള അടുത്തങ്ങ് പോകേണ്ടത്. ഇതെല്ലാ വർഷവും ഇവിടെ ഈ വാടകൾ കോരി സൈഡിലിടും. ഈ മണ്ണ് ഇതിനെ തിരിച്ചതിലിരുന്ന് പോകും. ഇത് മഴ പെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം. ഇത് തന്നെയാണ് സ്ഥിതി. നല്ല കനത്ത വെറിയായിരുന്നു, നല്ല കനത്ത വേനലായിരുന്നു. എത്ര കോടി രൂപയാണ് സാങ്ഷനാക്കിയത്? എന്നിട്ട് പോലും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ 1% നടന്നില്ല എന്നൊരു തെളിവാണ് ഈ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളും. ഈ തോട് വൃത്തിയാക്കിയാൽ ഇവിടെ നിന്ന് മാത്രമല്ല ഈ ഒരു 5 വാർഡില് ആ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ പറ്റും. ഈ വേനൽ മഴ ചെറിയ മഴയേ ഉള്ളൂ. ഈ ചെറിയ മഴയിൽ തന്നെ അപ്പോൾ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആളുകൾ താമസിക്കാറില്ല. ഈ ഇവിടെ അവിടെ കണ്ടാൽ ആ കടക്കാരെല്ലാം വീട്ടിലെല്ലാം വെള്ളം കയറി. തോടിന്റെ ആ പായലുകൾ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന ഈ 5 വാർഡുകളുടെ ആ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ. അതുപോലെ തന്നെ വേസ്റ്റുകൾ എന്താണ് പോകുന്നതിന്റെ കാരണം എന്താണ്? വെള്ളം. നിങ്ങൾ എങ്ങോട്ടായിരുന്നു പോകേണ്ടത്? ഈസ്റ്റ് ഫോർട്ടിൽ. ഇനി എങ്ങനെ പോകും? ഏതുവഴി പോകും? തമ്പാനൂർ വഴി അങ്ങോട്ട്, അതുവഴി സ്ട്രെയിറ്റ് ആയിട്ട് പോകും. ശരി. അപ്പോൾ ഇതാണ് സ്ഥിതി. ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ടുണ്ട് എന്ന് അറിയാതെ ഇവിടേക്ക് എത്തുന്ന ഇരുചക്ര വാഹനങ്ങളിലും മറ്റും എത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇവിടെ എത്തി ഈ വെള്ളക്കെട്ടിന് മുമ്പിൽ സ്തംഭിച്ച് നിന്ന് ഇവിടെ നിന്ന് മടങ്ങി മറ്റൊരു വഴിയായി കിഴക്കേക്കോട്ടയിലേക്ക് പോകേണ്ട സ്ഥിതിയാണ്, അല്ലെ മണക്കാട് ഭാഗത്തേക്ക് പോകേണ്ട സ്ഥിതിയാണുള്ളത്. വളരെ സാഹസികമായ ഒരു ദൌത്യമെന്ന് തന്നെ പറയേണ്ടി വരും. അത്തരമൊരു നീക്കമാണ്. ഈ വാഹനങ്ങളിൽ അവിടെ നിന്ന് എവിടെങ്കിലും വെച്ച് ആ വാഹനം ഒന്ന് സ്റ്റോപ്പായാൽ അതിന്റെ എഞ്ചിനുള്ളിൽ വെള്ളം കയറി അത് മുഴുവൻ നിന്നു പോകുന്ന സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വാഹനങ്ങൾ അതേ വേഗത്തിൽ ഇവിടേക്ക് ഓടിയെത്തി ഈ തിരമാലകൾ പോലെ വെള്ളം അടിച്ച കടകൾക്കുള്ളിലേക്ക് കയറുന്നത്. കാരണം എവിടെങ്കിലും നിർത്തിയാൽ ആ വാഹനങ്ങൾക്കുള്ളിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അവരിങ്ങനെ വേഗത്തിൽ, പരമാവധി വേഗത്തിൽ ഈ വാഹനങ്ങൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് ഇവിടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ ഇങ്ങനെയൊരു മഴ. ഇന്നലെ പകൽ വലിയ ചൂടുണ്ടായിരുന്നു. അത് ഇന്ന് പുലർച്ചെയാകുമ്പോഴേക്ക് ഇങ്ങനെയൊരു വെള്ളക്കെട്ടിന് വഴിമാറും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കെടുതിയിലേക്ക് മാറുമെന്ന കാര്യം തലസ്ഥാനവാസികൾ ആരും കരുതിയിരുന്നില്ല. കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ കാലവർഷത്തിന്റെ സമാനമായ മഴവെള്ളക്കെടുതി അത് മുക്കോലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുമ്പോൾ തീരദേശ മേഖലകളിൽ അടക്കം അത് ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. കാരണം വരുന്ന 3 ദിവസത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യത. മലയോര മേഖലകളിലേക്ക് മറ്റുമുള്ള യാത്രകൾക്ക് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ നിൽക്കുന്നതിന് ഇടയിലാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ മലിനജലം കെട്ടിക്കിടക്കുന്ന ഓടകൾ വൃത്തിയാക്കുന്നതിലുണ്ടായ കാലതാമസം മൂലം വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും മലിനജലം ഇങ്ങനെ ഇരച്ചു കയറുന്ന ഒരു സ്ഥിതിയുണ്ടായത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. പത്തനംതിട്ട പുറമറ്റത്ത് സെമിത്തേരിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞ് മൃതദേഹം പെട്ടിയോടെ പുറത്തുവന്നു. പുറമറ്റം കൗങ്ങും പ്രയാർ മാർത്തോമ പള്ളി സെമിത്തേരിയുടെ മതിലാണ് തകർന്നത്. കല്ലറയ്ക്ക് കേടുപാട് പറ്റിയതായി സംബന്ധിച്ച പള്ളി അധികൃതർ ശവപ്പെട്ടി പുറത്തുവന്ന കാര്യം നിഷേധിച്ചു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ ആവേശം അതിരുവിട്ടു. പ്രവർത്തകർ വേദിയിലേക്ക് ഇരച്ചെത്തിയതോടെ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും റാലിയിൽ പങ്കെടുക്കാതെ മടങ്ങി.
സുവി വിശ്വനാഥ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സുവി, പ്രവർത്തകരുടെ ആവേശം അതിരുവിട്ടതാണ് ഇത്തരം ഒരു ദാരുണ സംഭവത്തിൽ അവസാനിച്ചിരിക്കുന്നത്. എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? നിരവധി പേരുടെ ചെരുപ്പുകളും സാധനങ്ങളും ഒക്കെ അവിടങ്ങളിലായി ചിന്നി ചിതറിക്കിടക്കുന്നത് നമുക്ക് കാണാം. എന്തെങ്കിലും കാഷ്വാലിറ്റികൾ ഉണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? രേണുക, കാഷ്വാലിറ്റികൾ എന്തെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ചൊരു വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ജില്ലയിലാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നേതാക്കളെ കണ്ട് ജനക്കൂട്ടം ഇരമ്പിയാർക്കുകയായിരുന്നു, വേദിയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. പോലീസിന്റെ ബാരിക്കേഡും തകർക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ഫുൽപൂർ മണ്ഡലത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിക്കപ്പെട്ടത്. എസ് പിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും സംയുക്തമായിട്ടായിരുന്നു റാലി സംഘടിപ്പിച്ചത്. അതിനുശേഷം പ്രവർത്തകരോട് നിരവധി തവണ ശാന്തരാകുവാൻ ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. എന്നാൽ നേതാക്കളെ കണ്ടതിന്റെ ഒരു ആവേശത്തിലായിരിക്കണം പ്രവർത്തകർ ഇരച്ചു കയറിയത്. അതിനുശേഷം പ്രവർത്തകരോട് അഭിസംബോധന ചെയ്യാതെ ഇരു നേതാക്കളും അവിടെ നിന്ന് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. BJP സ്ഥാനാർത്ഥിയായ പ്രഫുൽ പട്ടേലാണ് ഈ ഫുൽപൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. SP അമർനാഥ് മൗരി എന്ന SP-യുടെ സ്ഥാനാർത്ഥിയുമാണ് എതിരാളിയായി മത്സരിക്കുന്നത്. ഏതായാലും ഇവിടെ വലിയ തോതിലുള്ള ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഒരുമിച്ചാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയത്. ഇന്ന് 3 റാലികളിലാണ് ഉത്തർപ്രദേശിൽ ഇരുവരും പങ്കെടുക്കാൻ എത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ ഫുൽപൂർ മണ്ഡലത്തിന് ശേഷം മറ്റൊരു റാലിയിലും ഇരു നേതാക്കളും പങ്കെടുക്കാനെത്തി. അവിടെയും സമാനമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ സമാനമായ സാഹചര്യമാണ് ഉണ്ടായത്. മുങ്കേരി എന്ന് പറയുന്ന മേഖലയിലായിരുന്നു രണ്ടാമത്തെ റാലി സംഘടിപ്പിച്ചത്. അതിനുശേഷം ഇരുവരും അലഹബാദിലേക്ക് പോവുകയും ചെയ്തു. ഏതായാലും ഈ 3 റാലികളിലും, ഈ ആദ്യത്തെ 2 റാലികളിലും ഇത്തരത്തിൽ നേതാക്കളെ കണ്ട് ജനക്കൂട്ടം ഇരമ്പിയാർക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. UP-യിൽ ഈ ഫുൽപൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ജനവിധി നടക്കുന്നത് അടുത്ത 6ാം ഘട്ടത്തിലാണ് ജനവിധി വിധിയെഴുത്ത് നടക്കുന്നത്. ഏതായാലും അതിനു മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഇവിടെ എത്തിയിരുന്നത്. രേണുക, ശരി. സുബി വിശ്വനാഥാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടം നാളെ നടക്കും. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. UP-യിലാണ് 5ാം ഘട്ടത്തിൽ കൂടുതൽ സീറ്റുകളിൽ പോളിംഗ് നടക്കുക. 695 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഉത്തർപ്രദേശിലെ അമേഠിയും റായ്ബറേലിയുമാണ് 5ാം ഘട്ട വോട്ടെടുപ്പിലെ ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയും ദിനേശ് പ്രതാപ് സിംഗും തമ്മിലാണ് പ്രധാന മത്സരം. അമേഠിയിൽ സ്മൃതി ഇറാനിയും കിഷോരിലാൽ ശർമ്മയും തമ്മിലും പോരാട്ടം നടക്കുന്നു. രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലഖ്നൌ, പീയൂഷ് ഗോയൽ മത്സരിക്കുന്ന മുംബൈ നോർത്ത്, ചിരാഗ് പാസ്വാന്റെ ഹാജിപൂർ, ഒമർ അബ്ദുള്ളയുടെ ബരാമുള്ളയും 5ാം ഘട്ടത്തിൽ ശ്രദ്ധേയ മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA ബിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ രാജ്യതലസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയുടെ വൻ പ്രതിഷേധം. BJP ഓഫീസിലേക്ക് മാർച്ച് പോലീസ് തടഞ്ഞു. ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാൻ BJP ഓപ്പറേഷൻ ചൂൽ നടപ്പാക്കുകയാണെന്ന് കെജ്രിവാൾ ആരോപിച്ചു. मेरे PA तक को गिरफ्तार कर लिया. अब राघव चड्डा बाहर से आए हैं, परसों कह रहे हैं उसको भी गिरफ्तार करेंगे, कह रहे हैं आतिशी जी को गिरफ्तार करेंगे, सौरभ जी को गिरफ्तार करेंगे, कह रहे कैलाश गहलोत को गिरफ्तार करेंगे. तो मैं आज हम सब लोग इकट्ठे हुए हैं, प्रधानमंत्री जी को कहना चाहता हूं, आप एक एक करके दुखी हो रहे हो, हम सारे ही आ जाते हैं. आज आप हम सबको गिरफ्तार करके देख लो. आज आप हम सबको गिरफ्तार कर लो. हम कोई डरने वाले नहीं हैं. मैं जेल में था 50 दिन, उस समय का मैंने पूरा सदुपयोग किया. 2 बार गीता पढ़ी, पूरी गीता. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയാ പിഴവെന്ന ആരോപണം. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയ കോതിപ്പാലം സ്വദേശി അജിത്തിന് നടത്തിയ ശസ്ത്രക്രിയയിലാണ് പിഴവ് സംഭവിച്ചുവെന്ന ആരോപണമുയരുന്നത്. അപകടത്തിൽ അജിത്തിന്റെ കൈക്ക് പൊട്ടലേറ്റിരുന്നു. എന്നാൽ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ ഇട്ട സ്റ്റീൽ റോഡ് മാറിപ്പോയി എന്നാണ് പരാതി.
വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയ അജിത്ത് എന്ന യുവാവിനാണ് വീണ്ടും ഒരു ദുർഗതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇയാളുടെ കയ്യിൽ ഇടുന്നതിനായി, ശസ്ത്രക്രിയയ്ക്ക് ഇടുന്നതിനായി ഒരു റോഡ് കമ്പി വാങ്ങി നൽകേണ്ടിയിരുന്നു. വാങ്ങി നൽകിയ കമ്പിക്ക് പകരം മറ്റൊരു കമ്പിയാണ് തന്റെ കയ്യിൽ ഇട്ടതെന്നാണ് അജിത്ത് പറയുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുറത്തേക്ക് കമ്പി തള്ളി നിൽക്കുന്നതായി എക്സ്റേയിൽ തെളിഞ്ഞു. ഇതിനെ തുടർന്ന് ഡോക്ടർമാർ അടുത്തെത്തി മറ്റൊരു ശസ്ത്രക്രിയ നടത്തി കമ്പി പുറത്തേക്ക് എടുക്കണം എന്ന് പറഞ്ഞതായാണ് യുവാവ് വ്യക്തമാക്കുന്നത്. ഉള്ളിലുണ്ടാവും 30 വാർഡിൽ അഡ്മിറ്റ് ആയിക്കാൻ ഒരാഴ്ചയായി. ഇന്നലെ സർജറി കഴിഞ്ഞ 1 മണിക്ക്, ഉച്ചയ്ക്ക് 1 മണിക്ക് സർജറി കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു എക്സ്റേ എടുക്കാൻ വന്ന എക്സ്റേ എടുത്ത് ഇതിന്റെ ഒരു രാത്രി 10 മണിക്ക് പറയാണ് ഇത് കമ്പി പുറത്തേക്ക് ഉണ്ട്, ഒരു കമ്പി പുറത്തേക്ക് ഉണ്ട്, നിങ്ങൾ അർജന്റായിട്ട് 11 മണിക്ക് ചെയ്യാൻ പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിവിടെ ആരുമില്ല, ആരെങ്കിലും കൂട്ടിട്ട് അല്ലെങ്കിൽ അറിയിച്ചിട്ട് ഞാൻ ചെയ്യുള്ളൂ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ചൂടായി പോയതാ. വേദന 7 മണിക്ക് സഹിക്കുന്നുണ്ട് ഇന്നലെ രാത്രി. ഇതുവരെ വേദന മാറിയില്ല, അത് ചെയ്തിട്ടില്ല. കാട്ടു തരുമോ? ആക്സിഡന്റ് ആയതാണ്. യുവാവിന്റെയും കുടുംബത്തിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തു. മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആശുപത്രിയിലെത്തി രോഗിയുടെ മൊഴി രേഖപ്പെടുത്തി. വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ഈ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്ന പ്രാഥമിക വിവരം ലഭിച്ചതിന് ശേഷമാവും മെഡിക്കൽ ബോർഡ് രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. കയ്യിൽ ഓപ്പറേഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് കമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പി മാറിപ്പോയി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ബാക്കിയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ മെഡിക്കൽ ആംഗിളിൽ പറയാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ നമുക്ക് എന്തായാലും പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നു. നമ്മൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അത് അന്വേഷിച്ച് അത് നെഗ്ലിജൻസിന്റെ ആംഗിൾ ആണെങ്കിൽ നടപടി ഉണ്ടാവും. അല്ല, അതിപ്പോ അവർ പറയുന്നത് ഡോക്ടർ അങ്ങനെ എന്തൊരു സംശയം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ പറഞ്ഞത്. ഡോക്ടർ അങ്ങനെ സംശയം പറഞ്ഞതാണ് അവർ രോഗി പറയുന്നത്. അപ്പോൾ രണ്ടാമത് അവരെ മൊത്തം ഡോക്ടർമാരുടെ സംഘം ഹെഡിന്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് അവർ കുട്ടിയെ പരിശോധിച്ചു, അല്ല രോഗിയെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ അങ്ങനെ ഒരു ചാൻസ് ഇല്ല എന്നാണ് അവരെ പ്രാഥമികമായിട്ട് പറയുന്നത്. എങ്കിലും നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കേസ് എടുത്തിട്ട് എന്തായാലും അതിന്റെ പ്രോസസ്സ് അങ്ങനെയാണ്. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുക, റിക്വസ്റ്റ് കൊടുക്കുക, DMO മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. അത് അവരത് പരിശോധന നടത്തിയിട്ട് അതിന് നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യും. ഇതിനൊരു ഓൾറെഡി IPC വകുപ്പ് പ്രകാരം നമ്മൾ FIR ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുശേഷം അത് നിൽക്കുമോ, അത് നെഗ്ലിജൻസ് പ്രകാരമുള്ള ഒഫൻസ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം, അല്ലെങ്കിൽ റിപ്പോർട്ട് കിട്ടണം. അതിനുശേഷം നമ്മൾ തുടർന്ന് നടപടി സ്വീകരിക്കും. നേരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നതായും മെഡിക്കൽ കോളേജ് ACP അറിയിച്ചു. മെഡിക്കൽ രേഖകൾ ഇതിനകം വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാവും. ഒപ്പം മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഈ ചികിത്സാ പിഴവടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായോ എന്ന് പരിശോധിക്കും. ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും മൊഴികൾ ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ആരോപണ വിധേയനായ ഡോക്ടറുടെ മൊഴി അല്ലെങ്കിൽ അദ്ദേഹത്തെ അധികം വൈകാതെ ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിൽ ഡോക്ടേഴ്സിനൊക്കെ ചോദിച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് മെഡിക്കൽ ബോർഡിന് കൊടുത്ത് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് കിട്ടിയ സ്ഥാനത്തിൽ അതിനകത്ത് നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. സംഭവവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരിക്കുന്ന മെഡിക്കൽ ബോർഡ് ഡോക്ടർ അഷ്റഫ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. 3 അംഗ മെഡിക്കൽ ബോർഡ് നാളെ യോഗം ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷം പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ചികിത്സാ പിഴവുണ്ടായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നൽകും. നേരത്തെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഗുരുതരമായ പിഴവ് ഡോക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്ന കണ്ടെത്തലാണ് നടത്തിയിരുന്നത്. നാവിനടിയിൽ കുട്ടിക്ക് ഭാവിയിൽ സംസാര വൈകല്യത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഒരു കെട്ടുണ്ടായിരുന്നു. ആ കെട്ട് നീക്കം ചെയ്തത് ഇതിൽ പിഴവില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികൾ ഡോക്ടർക്കെതിരെ വേണ്ട എന്ന നിർദ്ദേശവുമാണ് നൽകിയത്. ഇതിനെതിരെ കുടുംബം രംഗത്ത് വരികയും ചെയ്തിരുന്നു. തങ്ങളുടെ കുട്ടിക്ക് യാതൊരു വിധത്തിലുമുള്ള സംസാര വൈകല്യങ്ങളില്ല, നിലവിലുള്ള പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനാണ് ഇത്തരമൊരു വാദമുഖം മുന്നോട്ട് വയ്ക്കുന്നതും എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുന്നത് ഈ മെഡിക്കൽ ബോർഡിന്റെ യോഗവും ആ യോഗത്തിൽ ആ മെഡിക്കൽ ബോർഡ് ചേരുമ്പോൾ നടത്തുന്ന കണ്ടെത്തലുകളുമാകും. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അതേസമയം ഈ വിഷയത്തിൽ വിശദീകരണവുമായി മെഡിക്കൽ കോളേജ് അധികൃതർ രംഗത്ത് വന്നു. ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നും ഇത്തരം അപകടങ്ങളിൽ പതിവുള്ള ചികിത്സയാണ് നൽകിയതെന്നും ഓർത്തോപീഡിക് വിഭാഗം മേധാവി പറഞ്ഞു. പരാതി തെറ്റിദ്ധാരണ മൂലമാണെന്നും ഡോക്ടർ ജേക്കബ് മാത്യു പറഞ്ഞു. ഇത് ഈ ഫോറാം മുട്ടിന് താഴെയുള്ള ഒരു ഒടിവാണ്. ആ ഒടിവിൽ എല്ലൊടിയും കൂടാതെ ഈ താഴത്തെ ജോയിൻറ്റും ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് എക്സ്റേ എടുത്ത് പരിശോധിച്ച് അനസ്തീഷ്യ കൊടുത്താണ് ഓപ്പറേഷൻ ചെയ്തത്.
അതിന് കിട്ടേണ്ട ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്നാൽ ഒടിഞ്ഞ ഭാഗത്ത് പ്ലേറ്റ് ചെയ്തു, പിന്നെ താഴത്തെ ജോയിൻ്റ് ഇളകിയതുകൊണ്ട് അത് ഉറപ്പിക്കാൻ വേണ്ടി പുറമേ നിന്നൊരു കേവർ, ഒരു കമ്പി പുറത്തുനിന്ന് തൊലിപ്പുറത്ത് നിന്ന് അകത്തോട്ട് ഇട്ടേക്കണേ. അതാണ്. അപ്പം ആ രണ്ടാമത്തെ കമ്പി 4 ആഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ, ലിഗമെന്റ്സ് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ അത് മാറ്റാം. അതുകൊണ്ടാണ് അത് പുറത്തോട്ട് വെച്ചേക്കണം. തൊലിപ്പുറത്ത് വെച്ച് അല്പം വളച്ച് തന്നെ വെച്ചേക്കണം. എടുക്കാൻ വേണ്ടി അകത്തോട്ട് മൈഗ്രേറ്റ് ചെയ്തിരിക്കാനും വേണ്ടിയാണ് അതങ്ങനെ വെച്ചേക്കുന്നത്. അതിൻ്റെ അത് യാതൊരു അപാകതയും ഞാൻ കാണുന്നില്ല. മാധ്യമങ്ങളിൽ പറഞ്ഞ പോലെ കാലിലെ കമ്പി കയ്യിലിട്ടു, അങ്ങനെയൊന്നും അതിൻ്റെ അകത്ത് യാതൊരു സത്യമില്ല. ഓരോ ഭാഗത്തിനും ഒടിവിനും അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഇംപ്ലാന്റ്സ് ഉണ്ട്. അത് മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ നിർണായക തെളിവ് കണ്ടെത്തി പോലീസ്. പ്രതി രാഹുലിന്റെ കാറിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ രാജ്യം വിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിനെതിരെയാണ് നടപടിയെടുത്തത്. രാഹുലിന്റെ വീട്ടിൽ നിന്നാണ് ഈ കാർ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നേരത്തെ പോലീസ് രാഹുലിന്റെ സുഹൃത്തായ രാജേഷിനെ ചോദ്യം ചെയ്തപ്പോൾ ഈ കാറിലാണ് പ്രതി യുവതിയുമായി ആശുപത്രിയിലെത്തിയതെന്ന് മനസ്സിലാക്കിയിരുന്നു. പുലർച്ചെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടാക്കിയ ശേഷം, അല്ലെങ്കിൽ ക്രൂരമായ യുവതിയെ മർദ്ദിച്ച ശേഷം ഈ കാറിൽ ആശുപത്രിയിലെത്തിച്ചു. അത് ബാത്റൂമിൽ വീണ് പരിക്കേറ്റു എന്നാണ് അറിയിക്കുകയും ചെയ്തത്. എന്തായാലും ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാറിൽ വിശദമായ പരിശോധന പോലീസ് നടത്തിയത്. കാറിൽ നിന്നും യുവതിയുടെ രക്തക്കറ അടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഈ കാർ പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രതി രാജ്യം വിട്ടു എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ഒപ്പം ജർമ്മനിയിൽ ഈ പ്രതി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടുന്നതിന് മുമ്പ് കൃത്യമായ വിവരം പോലീസിൽ നിന്നും ചോർത്തിക്കൊടുത്ത കുറ്റത്തിനാണ് CPO സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ശരത് ലാലിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ദുർബലമായ വകുപ്പുകളാണ് പന്തീരാങ്കാവ് പോലീസ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം വിവാദങ്ങൾ ശക്തമായതോടെ വധശ്രമ കുറ്റവും ഒപ്പം സ്ത്രീധന നിരോധന കുറ്റവും ഈ പ്രതിക്കെതിരെ ചുമത്തുന്ന വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കൃത്യമായി ശരത് ലാൽ തന്റെ സുഹൃത്ത് രാജേഷ് വഴി, രാജേഷ് രാഹുലിന്റെ സുഹൃത്തും കൂടിയാണ്, ഇയാൾ വഴി രാഹുലിന് വിവരങ്ങൾ കൈമാറുകയും വളരെ പെട്ടെന്ന് പോലീസ് FIR പുതുക്കുന്നതിന് മുമ്പ് തന്നെ ബംഗളൂരുവിലേക്ക് പോവുകയും അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കും പിന്നീട് ജർമ്മനിയിലേക്കും പോവുകയും ചെയ്തു. എന്തായാലും ഈ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചതിന്റെ പേരിൽ സുഹൃത്തായ രാജേഷിനെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് കോടതിയിൽ നിന്നും ഇയാൾക്ക് ജാമ്യം ലഭിച്ചു. ഒപ്പം ഈ രാഹുലിന്റെ അമ്മ, സഹോദരി എന്നിവരെയും പോലീസ് ചോദ്യം ചെയ്യാനൊരുങ്ങുന്നുണ്ട്. ഇവരെയും ഈ ഒളിവിൽ പോകാൻ സഹായിച്ചതിന് പ്രതി ചേർക്കും. നേരത്തെ ഈ യുവാവ് അല്ലെങ്കിൽ രാഹുൽ നാട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് അമ്മ പറഞ്ഞത്. ജർമ്മൻ പൗരത്വമുണ്ട് എന്നടക്കമുള്ള പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം രാഹുലിനെ രക്ഷപ്പെടാൻ ഇവർ സഹായിച്ചതാണ് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. നേരത്തെ ഇവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയെങ്കിലും ദേഹാസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം മുൻകൂർ ജാമ്യ ഹർജി ഇവർ ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും അസുഖം ഭേദമാവുന്ന മുറയ്ക്ക് ഇവരെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമായി തുടരുന്നു. ബ്ലൂ കോർണർ നോട്ടീസിനൊപ്പം ഇന്റർപോളിനോട് നിർദ്ദേശം നൽകി റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കാനുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത്. പക്ഷേ ജർമ്മനിയിൽ നിന്നും ഒരു പ്രതിയെ നാട്ടിലെത്തിക്കുന്നത് അങ്ങേയറ്റം സങ്കീർണമായ നിയമ നടപടിക്രമങ്ങൾ ആണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ എംബസി തലത്തിലും ഒപ്പം നയതന്ത്ര തലത്തിലും ആഭ്യന്തര മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ ഇടപെട്ടാൽ മാത്രമാണ് ഇക്കാര്യം സാധ്യമായെടുക്കുക. അതും കുറ്റപത്രമടക്കം സമർപ്പിച്ച ശേഷമൊക്കെയുള്ള നടപടിക്രമങ്ങളാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിയെ ഉടൻ നാട്ടിലെത്തിക്കുക എന്നത് അങ്ങേയറ്റം ദുഷ്കരമായ പ്രവൃത്തിയായി തുടരുന്നു. മറുവശത്ത് ഈ സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കേസിൽ അമ്മ, സഹോദരി എന്നിവരെ പ്രതി ചേർക്കുന്നതിനുള്ള ഒരു നീക്കങ്ങളും പോലീസ് നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തി പ്രതിയെ നാട്ടിലെത്തിക്കാൻ കഴിയുമോ എന്ന രീതിയിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. Join India's number 1. ഈസ്റ്റ് ഫോർട്ട്. ഇനി എങ്ങനെ പോകും? ഏതുവഴി പോകും? ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് സ്ഥിതി. ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ടുണ്ട് എന്ന് അറിയാതെ ഇവിടേക്ക് എത്തുന്ന ഇരുചക്ര വാഹനങ്ങളിലും മറ്റും എത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇവിടെ എത്തി ഈ വെള്ളക്കെട്ടിന് മുമ്പിൽ സ്തംഭിച്ച് നിന്ന് ഇവിടെ നിന്ന് മടങ്ങി മറ്റൊരു വഴിയായി കിഴക്കേക്കോട്ടയിലേക്ക് പോകേണ്ട സ്ഥിതിയാണ്, അല്ലെ മണക്കാട് ഭാഗത്തേക്ക് പോകേണ്ട സ്ഥിതിയാണുള്ളത്. വളരെ സാഹസികമായ ഒരു ദൌത്യമെന്ന് തന്നെ പറയേണ്ടി വരും. അത്തരമൊരു നീക്കമാണ് ഈ വാഹനങ്ങളിൽ അവിടെ നിന്ന് എവിടെയെങ്കിലും വെച്ച് ആ വാഹനം ഒന്ന് സ്റ്റോപ്പായാൽ അതിന്റെ എഞ്ചിനുള്ളിൽ വെള്ളം കയറി അത് മുഴുവൻ നിന്നു പോകുന്ന സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടെ നിന്ന്
സ്റ്റാർട്ട് ചെയ്ത വാഹനങ്ങൾ അതേ വേഗത്തിൽ ഇവിടേക്ക് ഓടിയെത്തി ഈ തിരമാലകൾ പോലെ വെള്ളം അടിച്ച കടകൾക്കുള്ളിലേക്ക് കയറുന്നത്. കാരണം എവിടെയെങ്കിലും നിർത്തിയാൽ ആ വാഹനങ്ങൾക്കുള്ളിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അവരിങ്ങനെ വേഗത്തിൽ, പരമാവധി വേഗത്തിൽ ഈ വാഹനങ്ങൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് ഇവിടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ ഇങ്ങനെയൊരു മഴ. ഇന്നലെ പകൽ വലിയ ചൂടുണ്ടായിരുന്നു. അത് ഇന്ന് പുലർച്ചെയാകുമ്പോഴേക്ക് ഇങ്ങനെയൊരു വെള്ളക്കെട്ടിന് വഴിമാറും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കെടുതിയിലേക്ക് മാറുമെന്ന കാര്യം തലസ്ഥാനവാസികൾ ആരും കരുതിയിരുന്നില്ല. കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ കാലവർഷത്തിന്റെ സമാനമായ മഴവെള്ളക്കെടുതി അത് മുക്കോലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുമ്പോൾ തീരദേശ മേഖലകളിൽ അടക്കം അത് ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. കാരണം വരുന്ന 3 ദിവസത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യത. മലയോര മേഖലകളിലേക്ക് മറ്റുമുള്ള യാത്രകൾക്ക് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ നിൽക്കുന്നതിന് ഇടയിലാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ മലിനജലം കെട്ടിക്കിടക്കുന്ന ഓടകൾ വൃത്തിയാക്കുന്നതിലുണ്ടായ കാലതാമസം മൂലം വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും മലിനജലം ഇങ്ങനെ ഇരച്ചു കയറുന്ന ഒരു സ്ഥിതിയുണ്ടായത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു. ആലപ്പുഴയിൽ പട്ടാപ്പകൽ ഗുണ്ടാ വിളയാട്ടം. കായംകുളത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമമെന്ന പരാതിയിൽ 3 പേർ അറസ്റ്റിലായി. ഗുണ്ടാ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയി റെയിൽവേ ക്രോസിലിട്ട് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. ഞാൻ ഈ ഫോൺ ഉപയോഗിക്കുന്ന ഞാൻ എന്റെ സേഫ്റ്റി ആളരെയൊക്കെ പൊട്ടിക്കും. ഫോൺ കൊടുക്കും, അവനെ കൊണ്ട് അഴിപ്പിച്ച് കാണിക്കാനിരിക്കും. അഴിക്കടാ, ഒന്നുമില്ലല്ലോ, നീ അഴിക്കും. സ്റ്റൈൽ നിനക്കെന്ന് പറയോ? നിനക്ക് നീ രംഗണ്ണെന്ന് കേട്ടിട്ടേ ഉള്ളൂ. നിനക്ക് രംഗണ്ണ സ്റ്റൈൽ നിനക്കെന്ന് പറയോ? അവൻ നിന്റെ ഒക്കെ സംസാരിക്കാൻ രംഗണ്ണ സ്റ്റൈൽ നിനക്കെന്ന് പറയോടാ? നിനക്ക് ഇനി മേലാണ് ചെറുക്കനെ അവനായിരിക്കും. ഇതിന് ഐക്ലോഡി ഫുൾ അടിച്ചോളാം പറ. ഐക്ലോഡി എന്തുവാ? അരുണുണ്ണി പാസ്വേഡ് എന്തുവാ? വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, സംസ്ഥാനത്ത് ഗുണ്ടാ വിളയാട്ടവും ഒപ്പം തന്നെ പോലീസിന്റെ നിഷ്ക്രിയത്വവും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന സമയത്താണ് ഇത്തരം ഒരു വീഡിയോ പുറത്തുവരുന്നത്. മാരകായുധവുമായി ഒരു യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ? രേണുക, ഈ സംഭവങ്ങളിലേക്ക് നയിച്ചത് കഴിഞ്ഞ ദിവസം കായംകുളം കൊറ്റംകുളങ്ങരയിൽ ഒരു ഹോട്ടലിൽ നടന്ന സംഘർഷമാണ്. അതായത് വാറന്റ് പ്രതിയെ പിടിക്കുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥർ മഫ്തിയിൽ കായംകുളം കൊറ്റുകുളങ്ങരയിലെ ഒരു ഹോട്ടലിൽ എത്തിയിരുന്നു. തുടർന്ന് അവിടെ വെച്ച് യുവാക്കളുമായി ചില സംഘർഷം ഉണ്ടാവുകയും ആ സ്ഥലത്ത് കുറച്ച് ഗുണ്ടാ നേതാക്കന്മാരായ ആളുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ പോലീസും യുവാക്കളുമായുള്ള സംഘർഷം നടന്നതിനെ തുടർന്ന് ഈ സ്ഥലത്ത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന അഭിമന്യു, ഒപ്പം തന്നെ അനൂപ്, അമൽ, ഈ 3 പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അവിടെ വെച്ച് ഇവരിൽ ഒരാളുടെ ഫോൺ ആ ഹോട്ടലിൽ വെച്ച് അവിടെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ അരുൺ ഈ ഫോൺ എടുത്ത് പോലീസുകാരെ ഏൽപ്പിച്ചു. ഇതാണ് ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് കാരണമാവുകയും അരുണിനെ പിന്നീട് അവർ കൊണ്ടുപോവുകയും റെയിൽവേ ട്രാക്കിന് സമീപം വെച്ച് മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഫോൺ പോലീസിന് അരുൺ കൈമാറി എന്നുള്ളതാണ് അരുണിനെ മർദ്ദിക്കുന്നതിനുള്ള പ്രകോപനത്തിന് കാരണമായത്. പിന്നീട് യുവാവിനെ ഇവർ തട്ടിക്കൊണ്ടു പോവുകയും ആ കയ്യിൽ ദൃശ്യങ്ങളിൽ കാണാം അവരുടെ കയ്യിൽ വടിവാളടക്കമുള്ള ആയുധങ്ങളുമുണ്ട്. അതിനുശേഷം ഇവർ അരുണിനെ തട്ടിക്കൊണ്ടുപോയി ഈ റെയിൽവേ ട്രാക്കിന് സൈഡിലിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഈ കേസിൽ ഇപ്പോൾ 3 പ്രതികളും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൃഷ്ണപുരം സ്വദേശികളായ അമൽ, ചിന്തു, അഭിമന്യു, അനൂപ് ശങ്കർ എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. മാത്രമല്ല ഇവരുടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അരുണിനേറ്റ മർദ്ദനത്തിൽ അരുണിന്റെ ഒരു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡയഫ്രം പൊട്ടുന്ന സാഹചര്യത്തിൽ ആണ് അടിയേറ്റ് പൊട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ അരുൺ ചികിത്സയിലുമാണ്. ഈ പ്രതികളെ ഇപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിലും പരസ്യമായി പട്ടാപ്പകലാണ് ഇത്തരത്തിൽ ഒരാളെ തട്ടിക്കൊണ്ടു പോവുകയും ഒപ്പം തന്നെ ഇങ്ങനെ മർദ്ദനത്തിന് ഇരയാക്കുകയും ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം സംസ്ഥാനത്തൊട്ടൊക്കെ
ഇത്തരത്തിൽ ഗുണ്ടാ വിളയാട്ടത്തെ കുറിച്ചും ഒപ്പം തന്നെ പോലീസിന്റെ നിഷ്ക്രിയത്വത്തെ കുറിച്ചും ഒക്കെ വാർത്തകൾ വരികയും ഒപ്പം തന്നെ ഈ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ കായംകുളത്തെ സംഭവം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണേണ്ടത്. ഇത്തരത്തിൽ ചെവിയുടെ കേൾവി നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് മർദ്ദനം പോയി എന്നുള്ളതും ഒരാളെ പരസ്യമായി പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതുമാണ്. ആ സംഭവം നടന്ന ഇടത്ത് നിന്ന്, അതായത് കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ വാറന്റ് പ്രതിയെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കവും പോലീസും അവിടെയുള്ള ചില ആളുകളുമായി തർക്കവും ഉണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ഫോൺ ലഭ്യമാവുകയും ആ ഫോൺ പോലീസിന് കൈമാറുകയും ചെയ്തതാണ് ഈ പ്രകോപനത്തിലേക്ക് നയിച്ച ഏക സംഭവം. ശരി, ഇതിന് ഐക്ലോഡി ഫുൾ അടിച്ചോളാം പറ. ഐക്ലോഡി എന്തുവാ? പാസ്വേഡ് എന്തുവാ? ഇതുവഴി ഞാൻ എടുത്ത് പൊക്കിയിടും വെളിയിലോട്ട്. അറിയാവോ? നിന്റെ സേഫ് ഹോൾഡറിന് പാസ്വേഡ് അറിയാം എനിക്ക്. നിന്റെ സേഫ് ഹോൾഡറിന്റെ പാസ്വേഡ് അറിയാം എനിക്ക്. 719 ശരണ്യ സ്നേഹിതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തേക്ക് രാസലഹരി മരുന്ന് വിതരണം നടത്തുന്ന മുഖ്യപ്രതി പിടിയിൽ. കോങ്കോ പൌരൻ റഗ്നാർ പോൾ ആണ് പിടിയിലായത്. 200 ഗ്രാം MDMA പിടിച്ച കേസിന്റെ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പ്രതിയിലെ പ്രധാനപ്പെട്ട പ്രതിനെ പേര് റഗ്നാർ പോൾ ആണ്. പുലി കോങ്കോ സ്വദേശിയാണ്, ടാൻസാനിയ കോങ്കോ. സോ ഈ എല്ലാ കാര്യങ്ങളുടെ മെയിൻ കോൺസ്പിറേറ്റർ, മെയിൻ സൂത്രധാരാണ്. അത് നമുക്ക് മനസ്സിലായി. കുറേ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. സോ ഇത് വലിയ ഒരു ക്യാച്ചാണ്. സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ MDMA സപ്ലൈ ചെയ്തിട്ടുള്ള ആളാണ്. സോ ഈ സോഴ്സ് കിട്ടിയിട്ട് നമുക്ക് കൂടുതൽ ബാംഗ്ലൂരിൽ നിന്ന് സോഴ്സ്, പിന്നെ മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ആളിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടാൻ പറ്റും. സോ നല്ല ഒരു ക്യാച്ചാണ്. കൂടാതെ നമ്മുടെ ജില്ലയിലെ വളരെ വ്യാപകമായ ലഹരിനെതിരെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നുണ്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് അവയവം കടത്താൻ ശ്രമിച്ച പരാതിയിൽ അവയവ മാഫിയ സംഘാംഗം പിടിയിൽ. തൃശൂർ വലപ്പാട് സ്വദേശി സബിത് നാസറിനെ നെടുമ്പാശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പ്രതി ഇരകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിദേശത്ത് കൊണ്ടുപോയി കിഡ്നി കച്ചവടം നടത്തിയെന്നാണ് ആരോപണം. നെടുമ്പാശ്ശേരിയിൽ നിന്നും കുവൈറ്റിലേക്കും അവിടെ നിന്ന് ഇറാനിലേക്കുമാണ് ആളുകളെ കൊണ്ടുപോയിരുന്നത്. അവയവക്കടത്തിന് ആളെ കൊണ്ടുപോയി തിരികെ വരും വഴിയാണ് അറസ്റ്റ്. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്റലിജൻസ് ബ്യൂറോയുടെ നിരീക്ഷണത്തെ തുടർന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ തൃശൂർ വലപ്പാട് സ്വദേശി സാബിത് നാസറിനെ ഇന്റലിജൻസ് ബ്യൂറോ പിടികൂടി പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറിയത്. പോലീസ് കുറച്ചു നാളുകളായി വിശദമായ ചോദ്യം ചെയ്യലിൽ ആണ് ഈ സാബിത്ത് അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ആളാണെന്ന് വ്യക്തമായത്. ഇറാനിലേക്കാണ് ഇയാൾ നിർധനരായ പാവപ്പെട്ട ആളുകളെ കൊണ്ടുപോകുന്നത്. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇപ്പോഴും പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. എവിടെയുള്ള ആളുകളെയാണ് കൊണ്ടുപോകുന്നത്, എന്ത് വാഗ്ദാനം നൽകിയാണ് കൊണ്ടുപോകുന്നത്, എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ സാബിത്ത് മാത്രമാണോ, അതിലെ കേരളത്തിൽ തന്നെ മറ്റേതെങ്കിലും ആളുകൾ ഇതിന്റെ കണ്ണിയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയുള്ളൂ എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഇന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയ, അതായത് ഇറാനിൽ നിന്നും കുവൈറ്റിലേക്ക്, കുവൈറ്റിൽ നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ സാബിത്തിനെ ഇന്റലിജൻസ് ബ്യൂറോ പിടികൂടുന്നു. ഫോണിൽ വിശദമായ പരിശോധന നടത്തി. ഇതിൽ നിന്ന് തന്നെ സാബിത്ത് ഈ അവയവ കച്ചവടത്തിന്റെ മുഖ്യ കണ്ണിയാണെന്ന് പോലീസിന് മനസ്സിലായി. ഫോണിൽ പരിശോധനയിൽ ഇതിന്റെ കൃത്യമായ തെളിവുകളും പോലീസിന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് സാബിത്ത് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. താൻ ഇത്തരത്തിൽ അവയവദാനം നടത്തുന്നുണ്ട് എന്ന് സാബിത്ത് പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. കുറ്റം സമ്മതിക്കുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആലുവ റൂറൽ SP ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടെന്നും സാബിത്തിനെ പിടികൂടിയെന്നും റൂറൽ SPയും ശരിവെക്കുന്നുണ്ട്. അത് ജസ്റ്റ് വളരെ പ്രിലിമിനറി സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതുകൊണ്ടാണ് ആ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ പറ്റും. ഇതുവരെ അത് അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിർധനരായവരെ
പണം നൽകി അവയവം ദാനം ചെയ്യുന്നത് തെറ്റല്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചതിച്ചാണ് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. അത് കുവൈറ്റിലേക്ക് എത്തിച്ച് അവിടുന്ന് മറ്റൊരു ഏജന്റ് വഴിയാണോ ഇറാനിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. അതോ സാബിത് ഇതിനു മുൻപ് എത്ര തവണ ആളുകളെ കൊണ്ടുപോയെന്നും അറിയേണ്ടതുണ്ട്. തൃശ്ശൂരും കേന്ദ്രീകരിച്ച് മാത്രമാണോ അതോ മറ്റിടങ്ങളിലേക്കും കേരളത്തിന്റെ മറ്റ് ജില്ലകളിലും കേന്ദ്രീകരിച്ചുള്ളൊരു അവയവ കച്ചവടമാണോ സാബിതിന്റെ കീഴിൽ നടക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അന്താരാഷ്ട്ര ഒരു തലത്തിലുള്ളൊരു വാർത്തയായി തന്നെ ഇത് മാറിയിരിക്കുകയാണ്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ശക്തമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണം. ഇതിനു മുൻപ് തന്നെ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ് സംസ്ഥാനത്തിനുണ്ടായിരുന്നു. അവയവദാന കച്ചവടം ഇപ്പോൾ നടക്കുന്നുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പ്, അത് എത്രയും വേഗം ഇതിനൊരു പൂട്ടിടണം എന്നൊരു മുന്നറിയിപ്പ് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ഇന്റലിജൻസ് ബ്യൂറോ ശക്തമായിട്ടുള്ള ഒരു നിരീക്ഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് സാബിതിനെ കുറിച്ച് വിവരം ലഭിക്കുകയും പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും സാബിതിനെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും സാബിത് പറഞ്ഞത് ഇന്ന് താൻ നെടുമ്പാശ്ശേരിയിൽ എത്തിയത് ഇതുപോലെ അവയവദാനം നടത്തിയ ഒരു ഇറാനിലേക്ക് ഒരാളുമായി ചെന്ന് അവരുടെ കിഡ്നി അവിടെ കച്ചവടം നടത്തിയതിനു ശേഷമാണ് താൻ തിരിച്ചെത്തിയതെന്ന് സാബിത്ത് പോലീസിന് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ കസ്റ്റഡിയിൽ ഹാജരാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും കൂടുതൽ വിശദാംശങ്ങളും ചോദ്യം ചെയ്യലുകളും നടക്കുക. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സോളാർ കേസ് ഒത്തുതീർപ്പ് വാദം നിഷേധിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിവാദത്തിന് അടിസ്ഥാനമില്ല. സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന ഇടതുമുന്നണിയുടെ ആവശ്യം അന്നത്തെ UDF സർക്കാർ അംഗീകരിച്ചതുകൊണ്ടാണ് സമരം പിൻവലിച്ചതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിയാണ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പറഞ്ഞത്. എൻ്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ടേംസ് ഓഫ് റെഫറൻസിന്റെ ഭാഗമായിട്ട് അന്വേഷണം ജുഡീഷ്യലായിട്ട് തീരുമാനിക്കാം. അത് ഒന്നാമത് നമ്മുടെ മുദ്രാവാക്യമല്ലേ. ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടല്ല ഇതിന് ശേഷം വന്ന മുഴുവൻ പ്രശ്നം കൃത്യമായി സങ്കീർണമായത്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം നിർമ്മിച്ചതിൽ വിവാദത്തിന്റെ കാര്യമില്ല എന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എല്ലാം ജില്ലാ കമ്മിറ്റിയോട് ചോദിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതിലെ പാർട്ടി DC-യോട് ചോദിച്ചാൽ മതി. ഇവിടെയുള്ള പ്രാദേശിക തലത്തിലുള്ള പ്രശ്നമാണ്. അതിനെ പ്രബന്ധീകരിച്ച് വാർത്തയാക്കി നിങ്ങൾ ചർച്ച ചെയ്ത് കാര്യം സംബന്ധിച്ച് മറുപടി പറയേണ്ട അവരോട് ചോദിച്ചാൽ ഞാൻ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പാർട്ടിയല്ലേ. പാർട്ടി തീരുമാനിക്കും. സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ നിന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെ വിട്ടുനിൽക്കുന്നതിനെ വിമർശിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കില്ല. അത്തരം ആളുകളെ ഭാവിയിൽ ജനങ്ങൾ ബഹിഷ്കരിക്കുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. നന്മ മുറുകെ പിടിക്കാൻ, നീതി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കാൻ, മതസാഹോദര്യത്തിന് വേണ്ടി പ്രചാരകരായി മാറാൻ ഒക്കെ തയ്യാറാകുന്ന ഒരു മാധ്യമം, ഒരു പുതിയ എഡിഷൻ ആരംഭിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തോന്നില്ല. എല്ലാവരും അതിനോട് യോജിക്കുകയാണ് ചെയ്യുക. അതിനോട് ആർക്കെങ്കിലും ബഹിഷ്കരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ജനം ഭാവിയിൽ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയായിരിക്കും പൊതുവെ ഉണ്ടാവുക. മഹാരാഷ്ട്രയിലെ പൂനെയിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായി യുവാക്കൾ മരിച്ചു. കല്യാൺ നഗറിലാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്നവരെ അറസ്റ്റ് ചെയ്തു. അപകടമുണ്ടായതിന് പിന്നാലെ വാഹനമോടിച്ചയാളെ നാട്ടുകാർ ചേർന്ന് മർദ്ദിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പാസഞ്ചർ ട്രെയിനുകൾ വരുന്ന ഒന്നാം പ്ലാറ്റ്ഫോമിൽ ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ട് ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയി. 4 മണിക്കൂറിന് ശേഷം മംഗളൂരുവിൽ നിന്ന് പുതിയ ലോക്കോ പൈലറ്റ് എത്തിയാണ് ട്രെയിൻ മാറ്റിയത്. അതേസമയം സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയില്ലെന്നാണ് റെയിൽവേ അധികൃതരുടെ വിശദീകരണം. പുലർച്ചെ 5:50 ഗുഡ്സ് ട്രെയിൻ, എനിക്ക് പിറകിൽ ഇപ്പോൾ കാണാം, ഗുഡ്സ് ട്രെയിൻ ഇത്തരത്തിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് മാറി സിഗ്നൽ മാറി കയറിയതെന്നാണ് സംശയിക്കുന്നത്. ഏതായാലും ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്. ഈ ട്രെയിൻ 4 മണിക്കൂറോളമാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിൽ നിർത്തിയിട്ടത്. അത് ഭയങ്കര ലേറ്റായി പോയി. 5 മണിക്കൂറോളായി നമ്മൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ ഒരു
കാരണം കൊണ്ട് യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അത് വണ്ടി ട്രാക്ക് മാറി വെച്ചത് ജനങ്ങളെ നമുക്ക് ഭയങ്കര യാത്രക്കാരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എത്രയോ യാത്രക്കാർ ഈ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്കാണ് വന്ന് ഇറങ്ങി നിൽക്കേണ്ടത്. ഇപ്പോൾ ഈ ട്രാക്ക് മാറി ഇവിടെ വണ്ടി അവർ അനാസ്ഥ കൊണ്ടാണ് ഇവിടെ വണ്ടി ട്രെയിൻ ഈ ട്രാക്ക് നടുക്ക് വെച്ചിട്ടുള്ളത്. ഗൂഡ്സ് ട്രെയിൻ വഴിമുടക്കി 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കിടന്നതോടെ പാസഞ്ചർ ട്രെയിനുകളെല്ലാം 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക്. മംഗലാപുരം ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ 3-ാം പ്ലാറ്റ്ഫോമിനെ മാത്രം ആശ്രയിച്ചതോടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ വൈകി. 5 മണിക്കൂറിന് ശേഷം മംഗലാപുരത്തു നിന്ന് മറ്റൊരു ലോക്കോ പൈലറ്റ് എത്തിയാണ് ഗൂഡ്സ് ട്രെയിൻ നീക്കിയത്. അതേസമയം സംഭവത്തിൽ വീഴ്ചയില്ലെന്നാണ് റെയിൽവേ പറയുന്നത്. ട്രാക്കുകളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് ഗൂഡ്സ് ട്രെയിൻ 1-ാം പ്ലാറ്റ്ഫോമിൽ നിർത്തിയതെന്നും റെയിൽവേ അധികൃതർ വിശദീകരിക്കുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ഇനി അന്താരാഷ്ട്ര വാർത്തകളുമായി കൃഷ്ണേന്ദു. നമസ്കാരം. ലോക വാർത്തകളിലേക്ക് സ്വാഗതം. സിംഗപ്പൂരിൽ പുതിയ കോവിഡ് തരംഗം രൂക്ഷം. മാസ്ക് ധരിക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യ മന്ത്രാലയം. സിംഗപ്പൂരിൽ വീണ്ടും കോവിഡ് വ്യാപിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം 26,000 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൊട്ടുമുമ്പത്തെ ആഴ്ച 13,700 കേസുകളാണ് ഉണ്ടായിരുന്നത്. ദിവസേനയുള്ള ശരാശരി COVID-19 ഹോസ്പിറ്റലൈസേഷൻ 181-ൽ നിന്ന് 250-ആയി ഉയർന്നിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഓങ് യെ കുൻ പൊതുജനങ്ങളോട് മാസ്ക് ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഓരോ ദിവസവും കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണിപ്പോൾ. ജൂണിൽ കേസുകൾ ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. ആശുപത്രിയിൽ പ്രവേശിക്കുന്നവരുടെയും ഗുരുതരാവസ്ഥയിലുള്ളവരുടെയും എണ്ണത്തിലും ഗണ്യമായ വർധനയുണ്ട്. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റിവെക്കാനും ഗുരുതരാവസ്ഥയിലല്ലാത്തവരെ വീടുകളിലേക്ക് തിരിച്ചയക്കാനും ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ പോലെയുള്ള നിയന്ത്രണങ്ങൾക്ക് തൽക്കാലം പദ്ധതിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും തുടരുകയാണ്. മരണം 300 കടന്നു. അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഖോർ പ്രവിശ്യയിൽ മാത്രം 50-ലധികം പേർ മരിക്കുകയും വൻ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും പരിക്കേറ്റവരുടെ എണ്ണത്തെക്കുറിച്ച് വിവരമൊന്നുമില്ലെന്ന് മധ്യ ഖോർ പ്രവിശ്യയിലെ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് തലവൻ മൗലവി അബ്ദുൾ ഹൈസെയിൻ പറഞ്ഞു. നിരവധി പേരെ കാണാതായിട്ടുമുണ്ട്. ആയിരക്കണക്കിന് വീടുകൾ നശിച്ചു. രാജ്യത്ത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ 300-ലധികം പേരാണ് മരിച്ചത്. ആയിരക്കണക്കിന് കന്നുകാലികളും 2000-ഓളം വീടുകളും മിന്നൽ പ്രളയത്തിൽ നശിച്ചതായാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരാഴ്ചക്കിടെയുണ്ടായ മിന്നൽ പ്രളയങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ മധ്യ വടക്കൻ മേഖലകളിലാണ് കടുത്ത വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തിയിട്ടുള്ളത്. ഫിറോസ്കോ മേഖലയിലെ 2000-ലേറെ കടകൾ മുങ്ങിപ്പോയ നിലയിലാണ്. പ്രധാന പാതകൾ വരെ മുങ്ങിപ്പോയ നിലയിലാണുള്ളത്. ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് അടിയന്തര സേന വിന്യസിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെയും ഒറ്റപ്പെട്ടവരെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഗസ മുനമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ പലസ്തീൻകാരുടെ മരണസംഖ്യ 35,386-ആയി ഉയർന്നതായി പ്രാദേശിക ആരോഗ്യ അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 83 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 105 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബർ 7-ന് പലസ്തീൻ ഇസ്രായേൽ സംഘർഷം ആരംഭിച്ച ശേഷം മൊത്തം മരണസംഖ്യ 35,386-ഉം പരിക്കേറ്റവരുടെ എണ്ണം 79,366-മാണ്. കൂടാതെ ഗസയിലെ പലസ്തീൻ അഭ്യർത്ഥികൾക്കായുള്ള ജബാലിയ ക്യാമ്പിന് നേരെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ തൊടുത്തുവിട്ടതായി പലസ്തീൻ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. ഇസ്രായേൽ തുടർച്ചയായി 7 ദിവസം ക്യാമ്പിൽ വ്യോമാക്രമണവും പീരങ്കി ബോംബാക്രമണവും നടത്തിയിട്ടുണ്ട്. തെക്കൻ ഗസ മുനമ്പിലെ കിഴക്കൻ റഫയെ ലക്ഷ്യമിട്ട ഓപ്പറേഷനുകളിൽ IDF 130-ലധികം തീവ്രവാദികളെ വധിച്ചതായി ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം 401-ാമത്തെ കവചിത ബ്രിഗേഡ് ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലും കെട്ടിടങ്ങളിലും നടത്തിയ റെയ്ഡുകളിൽ 50ഓളം തീവ്രവാദികളെ വധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹത്തിൽ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിനായി ഇലോൺ മസ്ക് ഞായറാഴ്ച ഇന്തോനേഷ്യയിലെ ബാലിയിൽ എത്തി. ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും ശതകോടീശ്വരനും സോഷ്യൽ പ്ലാറ്റ്ഫോമായ എക്സിന്റെ ഉടമയുമായ ഇലോൺ മസ്ക് ഉഷ്ണമേഖലാ ബീച്ചുകൾ, ടെറസ്റ്റ് നെൽപ്പാടങ്ങൾ, നിഗൂഢ ക്ഷേത്രങ്ങൾ, വർണ്ണാഭമായ ആത്മീയ വഴിപാടുകൾ എന്നിവയ്ക്ക് പേരുകേട്ട ദൈവങ്ങളുടെ ദ്വീപെന്നറിയപ്പെടുന്ന ഇന്തോനേഷ്യയിൽ തന്റെ സ്വകാര്യ ജെറ്റിൽ എത്തി. ബാലിയുടെ പ്രവേശ തലസ്ഥാനമായ ഡെൻപസറിലെ പബ്ലിക് ഹെൽത്ത് ക്ലിനിക്കിൽ നടക്കുന്ന ചടങ്ങിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡയ്ക്കൊപ്പം മസ്ക് സ്റ്റാർലിങ്ക് ലോഞ്ചും മറ്റ് സേവനങ്ങളും ആരംഭിക്കും. ഒപ്പം ചടങ്ങിൽ ആരോഗ്യ മേഖലയുമായി ബന്ധിക്കുന്നതിനുള്ള കരാറുകൾ ഒപ്പുവെക്കുമെന്ന് കമ്മ്യൂണിക്കേഷൻ മന്ത്രി ബുഡി അരി സെറ്റിയാഡി പറഞ്ഞു. രാജ്യത്തെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറിലും മസ്ക് ഒപ്പുവെക്കുമെന്ന് വിമാനത്താവളത്തിൽ മസ്കിനെ സ്വാഗതം ചെയ്ത ഇന്തോനേഷ്യയുടെ മാരിടൈം ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് കോർഡിനേറ്റിംഗ് മന്ത്രി ലുഹുത് ബിൻസാർ പൺജൈതാൻ പറഞ്ഞു.
ഇന്തോനേഷ്യൻ സർക്കാരും സ്റ്റാർലിങ്ക് സേവനങ്ങൾ നടത്തുന്ന എയ്റോസ്പേസ് കമ്പനിയായ മസ്കിന്റെ സ്പേസ് എക്സും തമ്മിലുള്ള കരാറിനെക്കുറിച്ചുള്ള വിഡോഡോയുടെ അടുത്ത സഖ്യകക്ഷിയായ പഞ്ചദൈൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. ഇതോടെ ലോകവാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. ഒരിടവേള കൂടി. ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച് ഇന്ന് പുലർച്ചെ വരെ നീണ്ട മഴയിൽ തലസ്ഥാന നഗരത്തിന്റെ പല ഭാഗങ്ങളും ഈ സ്ഥിതിയിലാണ് ഉള്ളത്. റോഡുകളിൽ അപ്രതീക്ഷിതമായി, അതായത് ആളുകൾ എയർപോർട്ടിലേക്ക് പോകുന്ന മണക്കാട് മുക്കോലക്കൽ റോഡാണിത്. ഈ റോഡിലൂടെ വരുന്ന വാഹനങ്ങളുടെ ഈ ദൃശ്യങ്ങൾ അത് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം വെള്ളത്തിനകത്തുകൂടി ഈ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് അകത്തേക്ക് പോകേണ്ട സ്ഥിതിയിലാണ് വാഹന ഉടമകളുള്ളത്. ഈ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ വെള്ളം കയറുന്ന തരത്തിൽ ഇപ്പോൾ ഈ റോഡിലിങ്ങനെ കുളമായി കിടക്കുന്ന സാഹചര്യം. അപ്പൊ കാലാകാലങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിനുപരി മണക്കാട് വരുന്ന വെള്ളം ഇവിടെ വരുന്നു, ഇവിടെ കെട്ടിക്കിടക്കുന്നു. തിരുവനന്തപുരം സിറ്റിയിലുള്ള എല്ലാ വേസ്റ്റ് ചാക്കുകളും, ഹോട്ടൽ വേസ്റ്റുകൾ, കോഴി വേസ്റ്റുകൾ, ഇതെല്ലാം ഇവിടെ രാത്രി കാലങ്ങളിൽ വണ്ടിയിൽ കൊണ്ടുവന്ന് ഈ കനാലിലിടും. ഇതിനൊരു സംവിധാനം ചെയ്യണം. ഈ ചാക്ക് കെട്ടുകൾ വന്ന് നാഷണൽ ഹൈവേയിലുള്ള ആ ഓടയിൽ വന്ന് അടഞ്ഞ് വെള്ളം പോകാത്ത അവസ്ഥയാണ്. ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന സാഹചര്യമുണ്ട്. അത് അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഊർജിതമാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പും അതോടൊപ്പം നഗരസഭയുമൊക്കെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ ഇടപെടലുകൾ നടക്കാതിരുന്നതാണ് ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ഇങ്ങനെയൊരു വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് കാലവർഷം എത്താൻ ബാക്കി നിൽക്കുന്നത്. മെയ് 31 കേരള തീരത്തേക്ക് കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. സ്വാഭാവികമായി ഏതാണ്ട് ഇപ്പോൾ കിട്ടുന്ന ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു. ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനാണ് അപകട വിവരം സ്ഥിരീകരിച്ചത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് 600 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായത്. അസർബൈജാനിൽ ഡാം ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് അപകടമുണ്ടായത്. അപകടം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല. അടുക്കളയുടെ താളം തെറ്റുന്നു. മലപ്പുറത്ത് ബീഫിന്റെ വിലയിൽ 20 രൂപയുടെ വർധന. തമിഴ്നാട്ടിൽ നിന്നുള്ള കാലികളുടെ വില കൂടിയതാണ് കാരണം. വില കൂട്ടാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു എന്നും വ്യാപാരികൾ പറയുന്നു. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. ഞാനുള്ളത് മലപ്പുറം കുന്നുമ്മൽ ഡെയിലി മാർക്കറ്റിലാണ്. ഇവിടുത്തെ ബീഫ് വിൽക്കുന്ന കടയ്ക്ക് മുമ്പിലാണ് ഞാനുള്ളത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഞായറാഴ്ചയാണ്, തിരക്കുണ്ട്. ആളുകളൊക്കെ കാത്തുനിന്ന് ബീഫ് വാങ്ങുന്നതിൻ്റെ ഒരു കാഴ്ച കാണാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്കിവിടെ ബീഫിൻ്റെ വിലവരവ് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ 3-5 മുതൽ, അതായത് ഈ മാസം 3-ാം തീയതി മുതൽ ഉള്ള വില അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇവരോട് സംസാരിക്കാം. ഇപ്പം 3-ാം തീയതി മുതൽ ഇപ്പോൾ വില കൂടി അല്ലേ? 3-ാം തീയതി നമ്മൾ വില കൂട്ടി. നമ്മൾ ആദ്യം 300 രൂപ കിട്ടിയിട്ട് 300 300 രൂപ ആക്കി. അങ്ങനെ പോകണം. 300 രൂപ ആക്കിയിട്ട് ഒരു കാര്യമില്ല. ആ വിലക്കാണ് ഞങ്ങൾ ചന്തയിൽ നിന്ന് വാങ്ങണത്. കാരണം ലക്ഷങ്ങൾ കടത്തു പോയി. ഒരു 10 ലക്ഷം കടന്നതിന് 2 മാസം കൊണ്ട് പോയി. തമിഴ്നാട്ടിൽ വരുന്ന വില കൂടിയിട്ട് വരുന്നത്. ഞങ്ങൾ വാങ്ങണത് ആ വിലക്കാണ്. അതുകൊണ്ട് വിൽക്കുന്നത് ആ വിലക്ക് തന്നെ. ഒരു നിലക്കും പറ്റാത്തതുകൊണ്ടാണ് 300 രൂപ ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. ജില്ലയിൽ മൊത്തം ഈ ഒരു വില തന്നെയാണ്. ഏകദേശം ഈ വില തന്നെയാണ്. പിന്നെ ഇവിടെ മത്സര കച്ചവടമാണ്. അത് നമുക്ക് ബാധകമല്ല. എല്ലാ ഏർപ്പാടുകളും മത്സരങ്ങള് അത് നമുക്ക് ബാധകമല്ല. നമ്മൾ 20 രൂപയാണ് കൂട്ടിയത് അല്ലേ? 20 രൂപ കൂട്ടി. 300 ആയിരുന്നു ഇവിടെ. 300 300 രൂപ ആക്കി. എല്ലാത്തിനും അതേപോലെ വില കൂടി അല്ലേ? എല്ലാത്തിനും വില 300 രൂപ. 300 എല്ലില്ലാത്ത 340, ബോൺലെസ് 360, ലിവർ 250 വെക്കണു, ബോട്ടി 200, പാർട്സ് 100 രൂപ. അതല്ല വില. ഇവിടുത്തെ മലനാട് വ്യൂ സ്റ്റാറിന്റെ കച്ചവടം അങ്ങനെ പോകുന്നത്. വില കൂടിയതിനെ തുടർന്ന് ആൾക്കാർ പറയുന്നത് പ്രശ്നമില്ല. ജനങ്ങൾക്ക് അറിയാം ഇതിന്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് പരാതികളൊന്നും ഇല്ല. ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങളില് വില കൂടാനുള്ള സാധ്യത കാണുന്നുണ്ടോ? വില കൂടാൻ സാധ്യത ഉണ്ടെന്നാ പറയുന്നുണ്ട്. BJP ഭരണത്തിൽ വന്ന ഒന്നുകൂടി സ്ട്രോങ് ആകുമെന്നുള്ള പറയുന്നുണ്ട്. എന്താ വെച്ചാല് ഇതൊക്കെ കമ്പനിക്ക് കയറ്റി പോവാണ്. അത് നമുക്ക് സാധനം കിട്ടാത്തതിന്റെ പ്രശ്നമാണ്. കമ്പനിക്ക് കയറാണ്. അപ്പൊ വരുന്ന കമ്മിയാണ്.
കമ്മി മാത്രമല്ല വലിയ തടഞ്ഞിട്ട് സാധനം കുടിച്ചു പോവാണ്, ലോഡ് കുടിച്ചു പോയിട്ട് നമ്മളെ സോഴ്സ് ഇല്ലാതാക്കി. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബീഫും പൊറോട്ടയും ഇല്ലാതെ ആലോചിക്കാൻ പറ്റില്ല. അത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ തന്നെ. ഇതിങ്ങനെ നമ്മൾ 20 രൂപ കൂട്ടിയാൽ ചന്തയിൽ 1000 രൂപ കൂടി, ആ അവസ്ഥയാണുള്ളത്. ഒരു ദിവസം എത്ര പോത്തൊരു? ഞങ്ങളൊരു 3-4 കറുപ്പ് കച്ചവടത്തിൽ നമുക്ക് വായിച്ചിട്ട്, കാരണം നമ്മൾ നല്ല സാധനം കൊടുക്കണത്, നമ്മൾ നല്ല വൃത്തിയായ കാര്യത്തിൽ നമ്മളെ സാധനം കൊടുക്കും. പെരുന്നാളിന്റെ ദിവസമൊക്കെ സാധനം വില കൂടാറുണ്ടോ? പെരുന്നാൾക്ക് പ്രത്യേകം ഞങ്ങൾ കൂട്ടില്ല, പെരുന്നാൾക്ക് ഞങ്ങൾ കൂട്ടില്ല. കാരണം അന്ന് കച്ചവടം വെച്ചാൽ അത്യാവശ്യം നമ്മൾ സാധനത്തിന് വില കൂട്ടൂല, കൂട്ടണ നമ്മൾ അതിന് മുന്നേ കൂട്ടും. വാങ്ങിക്കുന്ന ആൾക്കാരോട് ചോദിക്കാം, എന്താണ് ഈ വില കൂടിയത് നിങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ അഭിപ്രായമൊന്നുമില്ല സ്പന്ദന. ഇവിടെ നല്ല ബീഫാണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് വില കൂടിയാലും കുഴപ്പമില്ലല്ലോ. ഏത് നല്ല വില കൂടുതൽ നല്ല സാധനം കിട്ടണമെങ്കിൽ വില കൂടുതൽ നമ്മൾ ആരായാലും വാങ്ങില്ല, വില കൂടുതലും വാങ്ങുമല്ലോ, കുഴപ്പമില്ല. ഞാനിപ്പോൾ കുറച്ച് ദൂരം ഒരു പാഴർച്ച കട ബീഫ് കട ഒഴിവാക്കിയിട്ട് നല്ലതാണ് തോന്നിയതുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. അപ്പം 20 രൂപ പ്രശ്നമാക്കുന്നില്ല. എന്താണ് നിങ്ങൾ ഇവിടെ നിന്നൊക്കെ വരുന്നത്? ഇവിടെ തന്നെ വില കൂടിയെന്നൊക്കെ പറയുമ്പോൾ ബാധിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ? ബാധിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് അപ്പം വാങ്ങുന്നുള്ളൂ, ഇത്തിരി കുറയ്ക്കൂലേ വാങ്ങുന്നത്? അതാണ് നമുക്ക് ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ള വിവരങ്ങൾ. ഈ മാസം 3-ാം തീയതി മുതൽ വില വർധനവ് ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. 20 രൂപ മാത്രമാണ് ബീഫിന് കൂട്ടിയിട്ടുള്ളത്. അനുബന്ധമായിട്ടുള്ള സാധനങ്ങളുടെ വിലയിലും അല്പം വർധനവുണ്ട്. എന്നാൽ പോലും ഇത് ഇനിയും വർദ്ധിക്കാനുള്ളൊരു സാധ്യതയും ഇവർ പറയുന്നുണ്ട്. അങ്ങനെയാണ് മലപ്പുറത്ത് നിന്നുള്ള ബീഫ് മാർക്കറ്റിലെ വിവരങ്ങൾ. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. എറണാകുളത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. കഴിഞ്ഞ ഒരു മാസത്തിനിടെയാണ് മത്സ്യത്തിനും മാംസത്തിനും വില കുത്തനെ കൂടിയത്. എറണാകുളം ജില്ലയിലെ പല മാർക്കറ്റിലും വില തോന്നുംപടിയാണ്. ചമ്പക്കര മാർക്കറ്റിൽ നിന്ന് ഡാനി പോളിന്റെ റിപ്പോർട്ട്. ഇത് 350 പോർക്കിന്. ഇല്ല, അടുത്ത ദിവസം ഇത് പെരുന്നാളിന് മുമ്പ് കൂടിയതാണ്. നേരത്തെ കുറെ നാളായി. 360 കൂടി 380 ആയതാണ്. ഞായറാഴ്ച ദിവസങ്ങളിലാണോ കൂടുതൽ? ഞങ്ങൾക്ക് ഞായറാഴ്ച ദിവസം ചില്ലറ കച്ചവടം ഉണ്ടാവും, ബാക്കിയുള്ള ദിവസം ഓർഡർ ഉണ്ട്. റേറ്റ് കൂടുന്നത് കച്ചവടത്തെ പലതും ബാധിക്കുന്നുണ്ടോ ആൾക്കാർ? റേറ്റ് കൂടുന്ന പറഞ്ഞാൽ ഇപ്പൊ ഒരു സമരം ഉണ്ടായില്ലേ കുറച്ച് ദിവസം മുമ്പേ. അപ്പൊ ഫാംകാരെല്ലാരും കൂടി ഒരേപോലെ വില കുറച്ച് സാധനം തന്നില്ലെന്നാ പറയുന്നത്, വളർത്തണവര്. അപ്പൊ ആ റേറ്റ് വിൽക്കുമ്പോ അത് കൂടിയ കാര്യം അതാണ്. നേരത്തെ 360 380 കാര്യം അതാണ്. അവർക്കൊരു നിശ്ചിത വില കിട്ടണം, അല്ലെങ്കിൽ അതിൽ കുറച്ച് ജീവനോടെ കൊടുക്കൂല എന്നവർ പറയാൻ തുടങ്ങി. അപ്പൊ ആ റേറ്റിൽ എടുക്കുമ്പോഴാണ് ഇതിന്റെ വില കൂടാൻ കാരണം. ബീഫിന് എന്ത് വിലയുണ്ട്? ബീഫ് 400 രൂപയിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. ഈ അടുത്തിടെ കൂടിയിട്ടുണ്ടോ? അടുത്തിടെ കൂടിയതാണോ? എന്തോ കൂടിയിട്ടുണ്ട്? എത്ര രൂപ കൂടിയ? 20 രൂപ കിലോയ്ക്ക്. 1-ാം തീയതി എങ്ങനെയുണ്ട് വിലയൊക്കെ കൂടിയിട്ടുണ്ടോ? വിലയൊക്കെ ഇപ്പം മൊത്തം എല്ലായിടത്തും കൂടിക്കൊണ്ടിരിക്കുന്ന. തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പൊ ഇവിടുന്ന് പന്നി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ നേരത്തെ വന്നിരുന്ന വെച്ചാൽ ബാംഗ്ലൂര് തമിഴ്നാടൊക്കെ വന്നിരുന്ന സാധനം ഇപ്പൊ വരുന്നില്ല, ഒക്കെ എക്സ്പോർട്ടിംഗ് ആയിട്ട് പോണേ. അതായത് ലൈവ് നോക്കാം, ഇപ്പൊ ഒരു 2-3 മാസം മുമ്പ് 140-150 ഉള്ളതാണ് ഇപ്പൊ 240-250 രൂപയ്ക്കും. അപ്പൊ ഈ എക്സ്പോർട്ടിംഗ് ആയത് കാരണം ഇതെല്ലാം വില കൂടുന്നത്. അതുപോലെ ഇപ്പൊ ബീഫാണെന്നുണ്ടെങ്കിലും സംഗതി ഇപ്പൊ ഈ തമിഴ്നാട് എല്ലായിടത്തും ടൂറിസ്റ്റിനൊക്കെ എക്സ്പോർട്ടിങ് ചെയ്യണ സാധനം ഇങ്ങോട്ട് വന്നില്ല. അവിടെ നിന്നൊക്കെ വന്നാലേ നമുക്ക് കേരളത്തിൽ സാധനം ഉണ്ടാവുള്ളൂ. അതാണ് ഈ വില കൂടണ സാധനത്തിന്. മട്ടൻ ഇപ്പൊ 800 രൂപ കിലോ. 800 രൂപ. കേരളത്തിൽ പലയിടത്തും അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ പലയിടത്തും പല രീതിയാണോ? ഇപ്പൊ എറണാകുളത്താണ് ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഇച്ചിരി വില കുറവ് മട്ടന്. എല്ലായിടത്തും 850. തമിഴ്നാട്ടിലൊക്കെ വിൽക്കണ 1000 രൂപ മട്ടൻ വിൽക്കണം. അവരിവിടെ നിന്നൊന്ന് മേടിച്ചിട്ടുണ്ടോ ഞങ്ങൾ. പിന്നെ അവിടെയുള്ള ചെമ്പിരാടൊക്കെയാണല്ലോ, ചെമ്പിരാടൊക്കെ ഇപ്പൊ 800 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. ആളുകൾ ചോദിക്കും, പിന്നെ ആവശ്യക്കാര് മേടിച്ചിട്ടുണ്ടോ അത്രേ ഉള്ളു. ചിലവർക്ക് തന്നെ വില കൂടുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവല്ല, സ്വാഭാവികം നമ്മളാണെങ്കിലും ഉണ്ടാവും. ആളുകൾ പൊതുവെ പറഞ്ഞതെന്ന് വെച്ചാൽ പച്ചക്കറിക്ക് കൂടിയാലും കുറയും, പക്ഷെ മീറ്റിലൊന്നും കൂടിയാൽ കുറയൂല. അതങ്ങനെയാണല്ല, സാധനം അവിടെ നിന്ന് വന്നില്ല സാധനം, അതുകൊണ്ടാണ്. എങ്ങനെയുണ്ട് ഇടയ്ക്ക് വാങ്ങിക്കുന്നതാണോ വില കൂടുതലൊക്കെ? അല്ല, നമ്മള് ആഴ്ചയിലെല്ലാം വാങ്ങുന്നതാണ്. ഇപ്പൊ ഒരാഴ്ചയിൽ വരുമ്പോൾ ചിലപ്പോൾ 10-20 രൂപ ഡിഫറൻസ് കാണാറുണ്ട്. എന്നാലും എല്ലാ ഐറ്റംസിനും വില കൂടുതൽ തന്നെയാണ്, കുറവായിട്ടൊന്നും തന്നെ ഇല്ല. സാധാരണക്കാരന് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയം തന്നെയാണ് എന്ന് തന്നെ കൊണ്ട് പറയാം. 20 രൂപ കൂടി പോകുമ്പോൾ അറിയുന്നില്ല അല്ലേ? അറിയാം, 20 രൂപ കൂടുമ്പോൾ അറിയില്ല നമ്മള്. പക്ഷെ ഓരോ ഐറ്റംസിനും അങ്ങനെ 20 രൂപ കൂടുമ്പോൾ നിത്യ ചെലവിന്റെ വർധനവ് ഭയങ്കര ഇത് തന്നെയാണ്.
അതുപോലെ വരുമാനങ്ങൾ ആളുകൾക്ക് ഇല്ലല്ലോ ഇപ്പൊ. ഒരു മാസം മുമ്പ് വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ കൂടുതലാണ് എല്ലാ സാധനങ്ങൾക്കും തന്നെ കൂടുതലാണ്. പലയിടത്തും പല പോലെയാണ്. തൃപ്പൂണിത്തുറ മാർക്കറ്റിൽ ഇവിടത്തേക്കാളും 10 രൂപ കൂടുതലുണ്ട്. അങ്ങനെ തന്നെ ഇവർക്ക് ഒരു ഏകീകൃതമായ വിലയൊന്നും അല്ല എല്ലാ ഐറ്റംസിനും. പലരും പല വിലയിലും 10 രൂപ കൂടുതൽ എടുത്ത് അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. കൃത്യമായ ഒരു വില നിശ്ചയ വിലയൊന്നുമില്ല ഇവിടെ. എന്ത് വിലയുണ്ട് ചേട്ടാ ചിക്കന്? ചിക്കൻ 184 ചില്ലറ റീറ്റെയിൽ പ്രൈസ് വെക്കണം. ഈ അടുത്തിടയ്ക്ക് കൂടിയതാണ്. ഇപ്പൊ ഒരാഴ്ചയായിട്ട് കൂടിയതാ. ഒരാഴ്ചയായിട്ട് കൂടിയ. അതിന് മുമ്പ് എത്രയായിരുന്നു? അതിന് മുമ്പൊക്കെ 150, 145 ഉണ്ടായിരുന്നു. ആളുകൾ കുറയുന്നുണ്ടോ? പിന്നെ കച്ചവടം വളരെ കുറഞ്ഞില്ലേ? വളരെ കുറയുന്നു. ചൂട് കൊണ്ട് ചാവണ കാരണം കോഴി വളർത്തെല്ലാരും നിർത്തി. ഞാൻ ഫാമുകളിൽ ഇട്ട് കഴിഞ്ഞാൽ 1000 കോഴി ഇട്ട് കഴിഞ്ഞാൽ ഒരു 600 കോഴിയൊക്കെ ഇട്ടുള്ളൂ. കുഞ്ഞുങ്ങളെ തന്നെ ചത്തുപോവുക. അത് കാരണമാണ് ചൂടിന്റെ ഇതുകൊണ്ട് എല്ലാ ഫാമുകളും നിർത്തിയിട്ടുകൊണ്ടാണ് ഈ വിലയിപ്പത്രം കയറ്റം വന്നേക്കുന്നത്. പച്ചക്കറിക്ക് വില കൂടിയാലും കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരിക്കലും ഈ മാംസ ആഹാരിക പ്രിയർക്ക് അവരുടെ ഇനങ്ങളിലെ വില കൂടിയാൽ അത് കുറയുന്നില്ല എന്ന പരാതി തന്നെയാണ് ഉള്ളത്. എന്തായാലും വിപണിയിൽ വിലക്കയറ്റം അത് വളരെ പ്രകടമാണ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6820 രൂപ, പവന് 54,560 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5700 രൂപ, പവന് 45,600 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോഗ്രാമിന് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. നമസ്കാരം.